കേസ് നടക്കുന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് നീതി കിട്ടില്ല എന്നുള്ളത്. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കോടതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നീതി കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് മുകളിലത്തെ കോടതികളിലേക്ക് പോകാൻ ഈ ജഡ്ജ്മെൻറ്റ് ഈ കേസ് ഇവിടെ അവസാനിപ്പിച്ച് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വാങ്ങിച്ചാലേ പോകാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഈ കേസ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിലെല്ലാം എത്രയും പെട്ടെന്ന് ഈ കേസ് അവിടെ അവസാനിപ്പിക്കാനുള്ള സഹകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതായത് വിചാരണ വേഗം അവസാനിപ്പിച്ച് മേൽക്കോടതിയിലേക്ക് പോകുക. വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു. അതാ പറഞ്ഞത് ഇവിടെ നീതി കിട്ടില്ലെന്നുള്ള ഒരു തോന്നൽ പ്രോസിക്യൂട്ടർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്കിപ്പോൾ അങ്ങനെയുള്ളതില്ല. വിധി വായിക്കാതെ വിധിയെക്കുറിച്ചോ വിധി എഴുതിയവരെ കുറിച്ചോ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഈ ജഡ്ജി പോലും പല സമയത്തും വിമർശനം നേരിട്ടിരുന്നു. അത് സമൂഹത്തിൽ നിന്ന് വിമർശനം നേരിടുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാനത് പറയാനും മറ്റു കാര്യങ്ങൾക്കും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടെ, സമൂഹത്തിന് വേണ്ടിയാണോ വിധി വരേണ്ടതെന്നുള്ളൊരു ചോദ്യം ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സമൂഹത്തിന് വേണ്ടിയാണ് നിയമവ്യവസ്ഥ ഉള്ളത്. സമൂഹത്തിൽ വളരെ ബാലൻസിങ് ആയിട്ടുള്ള സമൂഹത്തിൽ ഈ ജഡ്ജ്മെൻറ്റ് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഈ ജുഡീഷ്യറിയെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറും. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലാതെ വന്നാൽ ജുഡീഷ്യറിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. അത് ആയിരക്കണക്കിന് വിധികൾ ആ കാര്യം ആയിരക്കണക്കിന് വിധികളിൽ സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ച് താഴ്ക്കോടതികളെ അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനിച്ചാൽ തെറ്റില്ല. എന്നെ കൊണ്ടത് പറയിക്കാൻ ശ്രമിക്കണ്ട.